തകർച്ചകളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്ന വിഷയം. ദൈവവചനം കേൾക്കുവാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസരത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോന്റേതായിരുന്നു വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി. കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി ശിമയോനും കൂടെ ഉണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സെബദിപുത്രന്മാരും വിസ്മയിച്ചു. യേശു പറഞ്ഞു, ശിമയോനെ, നീ ഭയപ്പെടേണ്ട. ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ തവണ നമ്മൾ കേട്ടിട്ടുള്ള ഈ ഭാഗത്തുനിന്നും കുറച്ച് ദൈവിക രഹസ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നും കിട്ടാതിരുന്ന ഒരു രാത്രിയിൽ, ജീവിതത്തിൻ്റെ വലിയ തകർച്ചയുടെയും വേദനയുടെയും ഒരു രാത്രിയിൽ, കർത്താവായ യേശുക്രിസ്തു അത്ഭുതകരമായി ശിമയോന്റെ ജീവിതത്തിലേക്ക്, ഭവനത്തിലേക്ക് കടന്നു വരികയും അവനെ സ്വന്തമാക്കി മാറോട് ചേർക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കാറുണ്ട്, പ്രാർത്ഥനയോട് ഒരിക്കലും അടുക്കാത്ത ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്. ഒരു ധ്യാനം കൂടാൻ പറയുമ്പോൾ പരിഹാസത്തോടെ ചിരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലുമൊക്കെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകമായ കാലഘട്ടത്തിൽ ഇതുപോലെ ഒന്നും കിട്ടാതെ വരുന്ന ഒരു രാത്രി അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ്. ആ രാത്രിയിൽ അവരുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുന്നത് ഞാൻ വളരെ മനോഹരമായിട്ട് കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, എനിക്കൊരു കൂട്ടുകാരനായ ഡോക്ടർ ഉണ്ടായിരുന്നു. അവൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോഴേ ജീസസ് യൂത്തിലൂടെ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ഡോക്ടറാണ്. അപ്പോൾ അവൻ ആദ്യമായിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ MBBS ഡോക്ടറായിട്ട്, ജൂനിയർ ഡോക്ടറായിട്ട് ജോലി കിട്ടുകയാണ്. അപ്പോൾ അവൻ്റെ ഈ തീഷ്ണതയെ അവിടെയുള്ള എല്ലാ ഡോക്ടർമാരും കളിയാക്കും. എടാ, നിനക്ക് എന്തിനാണ് ഇത്രമാത്രം തീഷ്ണത? ഈ രാഷ്ട്രീയക്കാരെ പോലെയാണല്ലോ, നിനക്ക് എന്താണ് ഈ യേശു എന്ന് പറഞ്ഞാൽ ഇത്ര? ഒരു വലിയ തീഷ്ണതയായിരുന്നു പ്രിയപ്പെട്ടവരെ. അവൻ അവിടെ ഒരു പരിഹാസ വിഷയമായി മാറി. പക്ഷെ കാലം കടന്നുപോയി. തിരുവോണ നാളിൽ ക്രിസ്ത്യാനിയായ അവൻ മാത്രമേ അവിടെ ഡ്യൂട്ടി ഉള്ളൂ, ബാക്കി എല്ലാവർക്കും ലീവാണ്. അന്ന് രാത്രിയിൽ ഒരു 1:30-2 മണി സമയമായപ്പോൾ അവിടുത്തെ ചീഫ് ഫിസിഷ്യൻ, ഇവൻ ഏറ്റവും കൂടുതൽ പരിഹസിച്ചുകൊണ്ടിരുന്ന ചീഫ് ഫിസിഷ്യന് പെട്ടെന്ന് നെഞ്ചുവേദന വരികയാണ്. വളരെ ഒരു കുഗ്രാമത്തിലുള്ള ഈ ആശുപത്രിയിൽ നിന്നും ദൂരേക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പോലും യാതൊരു നിവൃത്തിയുമില്ല. നെഞ്ചുവേദന വന്ന ഡോക്ടർക്ക് മനസ്സിലായി, ECG എടുക്കണ്ട. ഡോക്ടർക്ക് കാര്യം പിടികിട്ടി, ഇത് ഹാർട്ട് അറ്റാക്കാണ്. അദ്ദേഹം 2 കൈയും നെഞ്ചത്ത് പിടിച്ചു വെച്ച് കോട്ടസിൽ കിടന്ന് നിലവിളിക്കുകയാണ്. ഭാര്യയില്ല, മക്കളില്ല, ആരുമില്ല. എങ്ങനെയോ അദ്ദേഹം ടെലിഫോണിലൂടെ ഹോസ്പിറ്റലിൽ ബന്ധപ്പെട്ടു. എൻ്റെ കൂട്ടുകാരൻ മാത്രമേ എവിടെയുള്ളൂ. തിരുവോണ നാളിൽ രാത്രി, നമുക്കറിയാം നമ്മുടെ നാട്ടിലെ അവസ്ഥ. എൻ്റെ കൂട്ടുകാരൻ നേരെ ക്വാർട്ടേഴ്സിലേക്ക് ചെന്നു. സാറ് പറഞ്ഞു, മോനെ, ഞാൻ മിക്കവാറും മരിച്ചു പോകുമെന്നാണ് തോന്നുന്നത്, കാരണം എനിക്കിത് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. അവൻ പറഞ്ഞു, സാറേ, ഞാനൊരു കാര്യം സാറിനോട് പറയാം. ഞാൻ വിശ്വസിക്കുന്ന ഒരു യേശുവുണ്ട്. സാർ ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് സാറിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അനുവദിക്കണം. സാറ് എന്നെ ഒന്ന് അനുവദിക്കാമെങ്കിൽ ഞാൻ താഴ്മയോടുകൂടി സാറിൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കാം. സാറ് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. സാറ് നെഞ്ചുവേദനോട്ട് പൊളയുകയാണ്. എൻ്റെ കൂട്ടുകാരൻ അവൻ്റെ കരം ഈ വലിയ ഫിസിഷ്യൻ്റെ പുറത്തേക്ക് എടുത്തു വെച്ചു. അവൻ പ്രാർത്ഥിച്ചു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, അവിടുത്തെ പുത്രനും എൻ്റെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ ഈ ഫിസിഷ്യൻ സാർ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരു അപകടവും സംഭവിക്കരുത്. അദ്ദേഹത്തെ ഈ 2 ദിവസങ്ങളിൽ അങ്ങ് കാത്തുകൊള്ളണം. അത്രയും മാത്രം ഞാൻ ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിലാകരുത്, തിരികെ തരണം. അവൻ കരം വെച്ച്
അവൻ അറിയാവുന്നത് പോലെ ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പണ്ട് ഭാഷാവരത്തിൽ പ്രാർത്ഥിച്ചാൽ ആ ഹോസ്പിറ്റലിൽ എല്ലാവരും ചിരിക്കും. 1993 കാര്യമാണ് ഞാനീ പറയുന്നത്. ഇന്ന് ആരും ചിരിക്കത്തില്ല, പക്ഷെ അന്ന് പലരും ചിരിക്കും പ്രിയപ്പെട്ടവരെ. ഏതാണ്ട് ഒരു അരമണിക്കൂർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, മോനെ എന്താണ് സംഭവിക്കുന്നത് എനിക്ക് അറിയത്തില്ല, എൻ്റെ വേദന കുറഞ്ഞു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഏതാണ്ട് 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറിൻ്റെ വേദന പൂർണ്ണമായിട്ടും മാറുക. ഡോക്ടറിൻ്റെ പേര് മാത്രം ഞാനിവിടെ പറയുന്നില്ല. അദ്ദേഹം നല്ലവനായിരുന്നു. അദ്ദേഹം കർത്താവിൻ്റെ മുമ്പിൽ കീഴടങ്ങി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഓഫ്താൽമോളജിസ്റ്റാണ്. ലീവ് കഴിഞ്ഞ് ഭാര്യ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നു. അദ്ദേഹം ഭാര്യയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എടീ, നമ്മൾ ഈ കൊച്ചു ഡോക്ടറിനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അവൻ ജൂനിയർ ഡോക്ടറാണ്, അവനെ നമ്മൾ തീഷ്ണതയുള്ളവനാണെന്നും ഡിവൈഎഫ്ഐക്കാരനാണെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ അവൻ ഇന്നലെ പ്രാർത്ഥിച്ചില്ലായിരുന്നു, നീ എൻ്റെ ശവമേ കാണത്തുള്ളായിരുന്നു. അതുകൊണ്ട് ഇത്രമാത്രം നമ്മൾ പരിഹസിച്ചെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ആനുവൽ ലീവിൻ്റെ 7 ദിവസത്തെ ലീവ് എടുത്ത് നമ്മൾ ഒരാഴ്ച ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തീരുമാനമെടുക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹോസ്പിറ്റൽ മുഴുവൻ കിടുങ്ങിപ്പോയി. പത്രോസിന്റെ ജീവിതത്തിൽ ധാരാളം മീൻ കിട്ടിക്കൊണ്ടിരുന്ന പല രാത്രികളുണ്ടായിരുന്നു. ഇഷ്ടം പോലെ മീൻ കിട്ടിയ രാത്രികളിലൊന്നും യേശുക്രിസ്തുവിന് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പറ്റിയില്ല. പക്ഷേ ഈ രാത്രിയിൽ അവൻ തലേദിവസം പോകുമ്പോൾ അവൻ്റെ ഭാര്യയോട് ഇപ്രകാരം പറഞ്ഞു കാണും, ഇടീ, നീ പേടിക്കണ്ട, നമ്മുടെ വീടിൻ്റെ ചോർച്ചയൊക്കെ തീരാൻ പോവുക, നമ്മുടെ കടബാധ്യത എല്ലാം തീരാൻ പോവുകയാണ്, നമ്മുടെ എല്ലാ ദുരിതങ്ങളും, അമ്മായിയമ്മയുടെ ഈ ഡിസ്ക് കംപ്ലൈൻ്റ് ഒക്കെ നമുക്ക് കൊണ്ട് തിരുമിക്കാം, എല്ലാ പ്രോബ്ലവും തീരും. ഇന്ന് രാത്രി ഇഷ്ടം പോലെ മീൻ കിട്ടും, നീ പേടിക്കണ്ട, ഈ കടബാധ്യതയെക്കുറിച്ച് ഈ കേട്ട് എനിക്ക് മതിയായി, എല്ലാം തീരാൻ പോവുക, ഇന്ന് രാത്രി ഇഷ്ടം പോലെ മീൻ കിട്ടും. പക്ഷെ പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞിട്ട് അവൻ പോയ രാത്രിയിൽ അവനൊന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാതെ നിരാശനായി അവൻ അവിടെ നിന്ന് വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാത്തപ്പോഴും വല കഴുകാൻ നമ്മൾ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാത്തപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പായലുകളെയും പാപത്തെയും പാപ സ്വഭാവത്തെയും ക്രൂശിതന്റെ മുൻപിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട്, കർത്താവേ, എൻ്റെ പാപങ്ങൾ, എൻ്റെ ഭാര്യയോട് ദേഷ്യപ്പെടുന്ന സ്വഭാവം, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എൻ്റെ ഭർത്താവിനോട് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, ഇതിൽ നിന്നൊക്കെ കർത്താവേ എന്നെ ഒന്ന് മോചിപ്പിക്കണമേ, എൻ്റെ ജീവിതത്തിലെ പായലുകളെ അങ്ങയുടെ രക്തം കൊണ്ട് കഴുകണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് പറ്റണം. പ്രിയപ്പെട്ടവരെ, പത്രോസിനെ ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഞാൻ ഓർത്ത്, ഞാനായിരുന്നെങ്കിൽ മിക്കവാറും വലയെല്ലാം കൂടെ കുന്തം എന്ന് പറഞ്ഞ് ഒരു ഏറ് വെച്ച് കൊടുത്തിട്ട് ചവിട്ടി തിരുമ്പി ഞാൻ വീട്ടിലേക്ക് പോനെ, കുറെ പായൽ കുന്ത്രാണ്ടോ എല്ലാം കൂടെ കിടക്കുകയാണ് എന്നും പറഞ്ഞിട്ട് ഞാൻ പോയേനെ. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ മീൻ പോലും ആ വലയിടകത്തില്ലാതിരുന്നിട്ടും ക്ഷമയോട് കൂടെ നിന്ന് ആ വലയിടകത്തുണ്ടായിരുന്ന ഓരോ പായലുകളെയും എണ്ണി പുറത്തേക്ക് എറിഞ്ഞ് വല വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന പത്രോസിനെ കർത്താവ് ദൂരെ നിന്ന് കണ്ടു എന്ന് ഞാൻ പറയും. കർത്താവിൻ്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് അതാണ്. ഒറ്റ മീൻ കിട്ടാഞ്ഞിട്ടും ഇവന്റെ വല കഴുകുന്നെങ്കിൽ ഈശോ ഇങ്ങനെ കണ്ടു. ഇവൻ എത്ര സഹനത്തിൽ കൂടെ കടന്നു പോയാലും ഇവന്റെ പാപത്തെ ഓർത്ത് നിലവിളിക്കുന്ന ഒരുത്തനായിരിക്കും. ഇവന്റെ പാപത്തെ ഓർത്ത് കരയുന്ന ഒരുത്തനായിരിക്കും. ഇവന് തെറ്റ് പറ്റിയാൽ ഉടൻ അനുദപിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവൻ പാപവുമായിട്ട് അധിക ദൂരം മുന്നോട്ട് പോകാൻ സാധ്യതയില്ലാത്ത ഒരുത്തനാണ്. ഇവനെ എങ്ങനെയെങ്കിലും ഞാൻ പിടികൂടട്ടേ ഉള്ളൂ. ബാക്കി കാര്യം പ്രിയപ്പെട്ടവരെ, യേശു അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. യേശു കടന്നു വന്ന ഉടൻ തന്നെ നമ്മൾ ആദ്യത്തെ വചനത്തിൽ കാണുകയാണ്, ദൈവവചനം കേൾക്കാൻ ജനങ്ങളെല്ലാം തടിച്ചുകൂടി. ഈ ഫിലഡൽഫിയയിൽ ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കാനാണ്. ദൈവത്തിൻ്റെ വചനത്തെ ആരെല്ലാം മാനിച്ചിട്ടുണ്ടോ, ദൈവം അവരെ മാനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയാണ്, മാർക്കോണി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. റേഡിയോ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റാണ് മാർക്കോണി. അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്, അദ്ദേഹം വളരെ കുഞ്ഞുനാൾ തൊട്ടേ ബൈബിള് കുത്തിപ്പിടിച്ചിരുന്ന് വായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ബൈബിളിൻ്റെ ഒരു അഡിക്റ്റായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരിയേറെ നല്ല മാർക്ക് വാങ്ങി സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോഴും ബൈബിൾ അദ്ദേഹം കൊണ്ടു നടക്കുകയും ബൈബിൾ അദ്ദേഹം എപ്പോഴും വായിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം റേഡിയോ കണ്ടുപിടിച്ചത്. ഇപ്പം നമുക്കത് വലിയ കാര്യമല്ല, കാര്യം ടെലിവിഷനും മൊബൈൽ ഫോണും എന്താണ് പറയേണ്ടത്, ഒന്നും നമുക്ക് അന്നൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലാത്ത കാലത്ത് ആദ്യമായിട്ട് ഈ റേഡിയോ ഇങ്ങോട്ട് വരികയാണ്. അപ്പം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ ആളുകൾ ഈ റേഡിയോ മേടിച്ചു വെച്ചിട്ട് ആദ്യമായിട്ടുള്ള ആ പ്രക്ഷേപണം കേൾക്കാനായിട്ട് ഇരിക്കുകയാണ്. എന്തായിരിക്കും ഈ കമ്പിയും കണക്ഷനും വയറും ഒന്നും ഇല്ലാത്ത ഒരു കൊച്ചു പാട്ടയിലൂടെ ആദ്യമായിട്ട് ശബ്ദം വരാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ടിരിക്കുമ്പോൾ മാർക്കോണിയാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ മാർക്കോണി റേഡിയോയിലൂടെ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ആളുകളെല്ലാം ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് റേഡിയോയിലൂടെ ആദ്യമായിട്ട് വന്ന ശബ്ദം ഇതാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപികളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേത് മാത്രമാകുന്നു. ആളുകളെല്ലാം ഇങ്ങനിരുന്ന് ആദ്യമായിട്ട് ഏതോ സയൻസിന്റെ വലിയ രഹസ്യമാണ് ഇയാൾ പറയാൻ പോകുന്നെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ബൈബിളിലൂടെ കുഞ്ഞുനാൾ തൊട്ട് സ്വർഗത്തിലെ പിതാവിനെ പറ്റി യേശു പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥന, ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ മാർക്കോണി തൻ്റെ പ്രക്ഷേപണം ആരംഭിച്ചത്. ഈ പ്രക്ഷേപണം കഴിഞ്ഞ് പത്രക്കാരെല്ലാം അദ്ദേഹത്തെ വളഞ്ഞു. അവർ ചോദിച്ചു, സാർ എന്തുകൊണ്ടാണ് ഒരു സയന്റിഫിക് സീക്രട്ട് പറയാതെ, ഈ റേഡിയോ എങ്ങനെ കണ്ടുപിടിച്ചതിനെ പറ്റി ഒരു വാക്ക് പറയാതെ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയായ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലാൻ കാര്യം എന്താണ്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ തലമണ്ടയിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു വന്നപ്പോൾ എൻ്റെ തലച്ചോറിലെ സെല്ലുകൾ പ്രകാശിക്കാൻ തുടങ്ങി. ദൈവത്തിൻ്റെ വചനം എന്നിൽ ജ്ഞാനമായി മാറി. The word of God became the wisdom of God. ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ജ്ഞാനമായി മാറി. അങ്ങനെ ഇരിക്കെ ഒറ്റയ്ക്കിരുന്ന് എൻ്റെ ബുദ്ധി പ്രകാശിക്കുകയും റേഡിയോയെ കുറിച്ചുള്ള വലിയ ചിന്തകൾ എൻ്റെ തലച്ചോറിൽ പ്രകാശിപ്പിക്കുന്നതിന് ദൈവവചനം കാരണമായി തീർന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ടാണ് എനിക്ക് റേഡിയോ കണ്ടുപിടിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഞാൻ ഉള്ളിൽ തീരുമാനമെടുത്തു, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ് പഠിപ്പിച്ച പ്രാർത്ഥന തന്നെ ആദ്യമായിട്ട് റേഡിയോയിലൂടെ ചൊല്ലിക്കൊണ്ടായിരിക്കും ഞാൻ റേഡിയോയിലൂടെ ആദ്യമായിട്ട് സംസാരിക്കുന്നത് എന്ന് ഞാൻ തീരുമാനമെടുത്തു. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാവോ, ഇവിടെ ഒരുപാട് നേഴ്സുമാരും ഡോക്ടേഴ്സും ഒക്കെ ധ്യാനം കൂടുന്നു. മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ഒരു രഹസ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാവോ, ഈ പണ്ട് സർജറി ചെയ്തിരുന്ന എങ്ങനെയാണെന്നറിയാവോ? അനസ്തേഷ്യ ഇല്ലായിരുന്ന കാലത്ത് നമ്മളത് വായിക്കണം. ആളുകളെ പിടിച്ചുകൊണ്ടൊന്ന് കെട്ടിയിട്ടിട്ട് ഒരു കയ്യെ കയറി ഒരുത്തൻ കയറിയിരിക്കും, ഇപ്പുറത്തെ കയ്യിൽ ഒരുത്തൻ കയറിയിരിക്കും, കാലെ 2 പേര് കയറിയിരിക്കും. എന്നിട്ട് ബോധം കെടുത്താനൊന്നുമില്ല, പിച്ചാത്തി വെച്ച് വയറങ്ങോട്ട് കീറും. അപ്പം ഇയാളുടെ ഈ വേദനയുണ്ടല്ലോ പ്രിയപ്പെട്ടത്, നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം വായിലോട്ട് തുണി കുത്തിക്കയറ്റി, സത്യമാണ്, ഈ തുണി കുത്തിക്കയറ്റിട്ട് ശബ്ദം 1.5 കിലോമീറ്റർ വരെ കേൾക്കും. അതുപോലെ കിടന്ന് അലറും, പച്ച മാംസം കീറും. അങ്ങനെ ഇരിക്കുകയാണ് ജെയിംസ് സിംസൺ എന്ന് പറയുന്ന ഡോക്ടർക്ക് ഇത് കണ്ടങ്ങോട്ട് മടുത്തു. അദ്ദേഹം എന്നും ബൈബിൾ വായിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പ്രാർത്ഥിക്കും, ബൈബിൾ തുറന്നു പിടിച്ച്, കർത്താവേ ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ആളുകൾ കിടന്ന് നിലവിളിക്കുന്ന നിലവിളി, അവരുടെ കുടലും വയറും ഒക്കെ കീറുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല, എന്നെ രക്ഷിക്കണേ കർത്താവേ. അയാൾ നിലവിളിക്കുകയാണ്. കർത്താവ് ആ പ്രാർത്ഥന കേട്ടു. ഒരു ദിവസം ജെയിംസ് സിംസൺ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ എടുത്തപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണ വന്നു. മോനെ, ഇന്ന് ഉൽപ്പത്തി പുസ്തകം മുതൽ വായിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ 1-ാമത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകം മുതൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ അദ്ദേഹം വായിച്ചു വരികയാണ്. ദൈവമായ കർത്താവ് മനുഷ്യനെ ഒരു ഗാഠനിദ്രയിലാക്കി അതിനുശേഷം അവൻ്റെ വാരിയിലെടുത്ത് സ്ത്രീക്ക് ജന്മം കൊടുത്തു. ഈ വചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തൊരു തീ അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഫയർ അങ്ങോട്ട് പിടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് തോന്നി, ഇതെന്താ എനിക്ക് സംഭവിക്കുന്നത്? നേരത്തെ ഞാൻ പല പ്രാവശ്യം ഈ വചനം വായിച്ചിട്ടുണ്ട്, വീണ്ടും വായിക്കാൻ തോന്നുകയാണ്. അദ്ദേഹം വീണ്ടും വായിച്ചു. ദൈവമായ കർത്താവ് മനുഷ്യനെ ഒരു ഗാഠനിദ്രയിൽ ആഴ്ത്തിയതിനു ശേഷം അവൻ്റെ വാരിയിലെടുത്തു. വീണ്ടും വീണ്ടും അത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഗാഠനിദ്രയിൽ ആഴ്ത്തി കഴിഞ്ഞാൽ മനുഷ്യനെ സർജറി ചെയ്യുന്ന സമയത്ത് അവന് വേദനിക്കുകയില്ല. ഹല്ലേലൂയ. ആദത്തെ ദൈവം പച്ചക്കല്ല കീറിയത്, അനസ്തേഷ്യ കൊടുത്തതിന് ശേഷമാണ് കീറിയത് എന്നുള്ള വലിയൊരു ബോധ്യം ജെയിംസ് സിംസന് കിട്ടുകയാണ്. അദ്ദേഹം ബൈബിളിന്റെ പുറത്ത് കരം വെച്ചുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു, സ്വർഗത്തിലെ പിതാവേ, ആളുകളെ മയക്കുവാനുള്ള ഒരു ടെക്നിക്ക്, അന്ന് ഒരു മരുന്നുമില്ല പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ല. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു, ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് കൊടുത്ത ബോധ്യമാണ് ക്ലോറോഫോം. പ്രൈസ് ദി ലോർഡ്. ക്ലോറോഫോം എന്ന് പറയുന്ന മരുന്ന് കണ്ടുപിടിക്കപ്പെടുന്നത് ബൈബിളിലെ ആദത്തെ ദൈവം ഉറക്കിക്കിടത്തി ഹൗവായെ സൃഷ്ടിക്കുന്ന രംഗം വചനത്തിലൂടെ വായിച്ച് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതാണ്. ഇപ്പോൾ ആളുകളെല്ലാം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് പത്രോസ് ഈ വലകഴുകൽ പരിപാടി നടത്തുന്ന സമയത്ത് ആളുകൾ വചനം കേൾക്കാനും വരുന്നു. യേശു അങ്ങോട്ട് കടന്നു വരികയാണ്. യേശുവോട് ഒരുപാട് വള്ളങ്ങൾ കണ്ടെങ്കിലും യേശു പത്രോസിന്റെ മുഖത്തേക്ക് നോക്കി. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിൽ ഏറ്റവും കൂടുതൽ അഭിഷേകം കിട്ടാൻ പോകുന്നത് നന്നായിട്ട് കുമ്പസാരിക്കുന്ന വ്യക്തിക്കായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അത് ഈ ധ്യാനത്തിലെന്നല്ല, ലോകത്ത് നടക്കുന്ന എല്ലാ ധ്യാനങ്ങളിലും അതാണ്. ഏറ്റവും കൂടുതൽ അഭിഷേകവും കൃപകളും കിട്ടാൻ പോകുന്നത് തുറന്നു കുമ്പസാരിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ വിശ്വാസം, കർത്താവ് പലരെയും നോക്കിയപ്പം ചിലരുടെ വലകളിലൊക്കെ കുറച്ച് പായലൊക്കെ ഇരിക്കുന്നതൊക്കെ കണ്ടു. പത്രോസിനെ കർത്താവ് നോക്കിയപ്പോൾ പുള്ളി ഇങ്ങനെ ഓരോന്നായിട്ട് ഇളക്കി എടുക്കുന്നത് കണ്ടപ്പോൾ വിചാരിച്ചു, ഇവനാണ് നമുക്ക് പറ്റിയ ആള്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നേരെ പത്രോസിൻ്റെ അടുത്തിട്ട് എന്നിട്ട് ചോദിച്ചു, പത്രോസേ,
നിന്റെ വള്ളം എനിക്ക് തരുമോ? ഇത് വെളിപാട് 3:20. ബിഹോൾഡ് ഐ നോക്ക് അറ്റ് ദ ഡോർ ഓഫ് യുവർ ഹാർട്ട്, ഇഫ് യു ഓപ്പൺ ഇറ്റ് ഐ വിൽ കം ആൻഡ് ഡൈൻ വിത്ത് യു. നിന്റെ ഹൃദയത്തിന്റെ കവാടം നീ എനിക്കാട്ട് തുറന്നു തന്നാൽ ഞാൻ നിന്നോടുകൂടെ വരികയും നിന്റെ ഉള്ളിൽ പ്രവേശിക്കുകയും നിന്നോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വള്ളത്തിലേക്ക് കർത്താവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 വിധത്തിൽ കർത്താവിനെ കൈകാര്യം ചെയ്യാം. ശ്രദ്ധിക്കണം. ഒന്ന്, കർത്താവിനെ നമുക്ക് വേണേ കിടത്തി ഉറക്കാം. ശിഷ്യന്മാർ അങ്ങനെ പിന്നീട് ഉറക്കിയിട്ടുണ്ട്. രണ്ടാമത്, കർത്താവിനെ നമുക്ക് ക്രൂശിൽ തറച്ചിടാം. മൂന്നാമത്തത് കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ അധിപനായി നമുക്ക് സ്വീകരിക്കാം, രാജാവും കർത്താവുമായി സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തത് ഉറക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കും, പക്ഷെ കൺട്രോൾ കൊടുക്കുകയില്ല. മരിയ വാൾത്തോർത്തയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ കൊടുങ്കാറ്റടിക്കുന്നതിന് മുമ്പ് കർത്താവ് വള്ളത്തിലേക്ക് കയറുമ്പോൾ പത്രോസ് ഒരു പുതപ്പും തലണിയും കൂടി ഈശോയുടെ കൈ കൊടുത്തിട്ട് പറയാണ്, തച്ചനായ അങ്ങേക്ക് വള്ളം തുഴയാൻ വലിയ പിടുത്തമൊന്നുമില്ലെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് അവിടെ എങ്ങാനും കിടന്ന് ഉറങ്ങിക്കോ, അപ്പുറത്തെത്തിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. കർത്താവ് ഉടനെ ഓ താങ്ക് യു പീറ്റർ എന്ന് പറഞ്ഞിട്ട് ആ പുതപ്പും തലണിയും കൂടെ മേടിച്ചിട്ട് ആ മൂലക്കോട്ട് കിടന്ന് ഒറ്റ ഉറക്കം. പത്രോസ് വലിയ ഗമയിൽ കർത്താവിനെയും തുഴഞ്ഞുകൊണ്ട് പോവുകയാണ്. ഇതുപോലെ ദിവ്യകാരുണ്യ ഈശോയെ അകത്ത് വെച്ച് തുഴഞ്ഞുകൊണ്ട് പോകുന്ന കുറേ പേരുണ്ട്. കർത്താവെ നീ വെറുതെ പ്രശ്നത്തിലൊന്നും വന്ന് ചാടണ്ട, അകത്തിരുന്നോണം, പക്ഷേ ജീവിതത്തിൻ്റെ കൺട്രോൾ ഞങ്ങൾ വിട്ടു തരികയില്ല, അത് ഞങ്ങൾ തന്നെ ചെയ്തോളാം. തുഴഞ്ഞ് പത്രോസ് ആദ്യം ഏലസോ ആദ്യത്തെ 2-3 മണിക്കൂർ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കൊടുങ്കാറ്റടിച്ചു. പത്രോസ് പഠിച്ച പണി 18 നോക്കി. യോഹന്നാനും പീലിപ്പോസും ഒക്കെ തലകുത്തി നിന്നു. കൊടുങ്കാറ്റ് സുനാമിയായി മാറി. ആ സമയത്ത് പുതപ്പിൻ്റെ അകത്തോട്ട് കൈയിട്ട് പത്രോസ് വിളിച്ചു, ഗുരുവേ ഗുരുവേ ഗുരുവേ, ഞങ്ങൾക്ക് തുഴയാൻ അറിഞ്ഞുകൂടാ, നിനക്കാണ് തുഴയാൻ അറിയാവുന്നത്, എഴുന്നേൽക്കുക എഴുന്നേൽക്കുക എഴുന്നേൽക്കുക. പുതപ്പ് മാറ്റിയിട്ടു, തലകണി എടുത്ത് വലിച്ചെറിഞ്ഞു. ഒരു വഴക്കും പറഞ്ഞില്ല. നിനക്കൊക്കെ ഇപ്പോഴെങ്കിലും മര്യാദ പഠിച്ചില്ലേടാ? അങ്ങനത്തെ ഒരു പരിപാടികളും ഇല്ല. അതാണ് കർത്താവിൻ്റെ ആ ഒരു സ്വഭാവം. നമ്മളൊക്കെയാണ് മക്കൾ ചട്ടം പിത്തരം കാണിച്ചിട്ട് പണി മേടിച്ച് വരുമ്പം ഇപ്പം മനസ്സിലായില്ലടാ, ഞാൻ എത്ര പ്രാവശ്യം ഞാൻ നിന്റെ മമ്മിയും പറഞ്ഞു, പഠിക്കണോടാ പഠിക്കണം, നീയൊക്കെ പഠിക്കണം. ഇതൊന്നുമില്ല പ്രിയപ്പെട്ടവരെ. പാവ ആ പുതപ്പൊക്കെ എടുത്ത് ദൂരെ എറിഞ്ഞു. നോക്കിയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് അങ്ങോട്ടില്ല, വെള്ളത്തിൻ്റെ ഒരു മയമാണ്. നേരെ അങ്ങോട്ട് എഴുന്നേറ്റു, ആ കയറയിലോട്ട് അങ്ങോട്ട് പിടിച്ചു, ആ പടകയിലോട്ട് അങ്ങോട്ട് കയറി നിന്നു, വലത് കരം അങ്ങോട്ട് ഉയർത്തി, അടങ്ങുക ശാന്തമാവുക, ബി സ്റ്റിൽ, അടങ്ങുക ശാന്തമാവുക. അടങ്ങി, കാറ്റ് ശമിച്ചു. നമ്മുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ ഉയർന്നു വരുമ്പോൾ ആദ്യം നോക്കേണ്ടത് ക്രിസ്തു ഉറങ്ങുകയാണോ? ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നുണ്ടെന്നുള്ളത് മാത്രമല്ല പ്രശ്നം, ദിവ്യകാരുണ്യനാഥൻ ഉറങ്ങുകയാണോ? അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. കത്തോലിക്കരും യാക്കോബക്കാരും ഓർത്തഡോക്സുകാരും വിശുദ്ധ കുർബാന സ്വീകരിക്കുമെന്ന് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പ്രോബ്ലം, ദിവ്യകാരുണ്യ ഈശോ ഉറങ്ങുകയാണോ? എങ്കിൽ അവനെ ഉണർത്തണം. ഈ ധ്യാനത്തിലൂടെ നമ്മൾ അവനെ ഉണർത്തണം. അവൻ എഴുന്നേറ്റ് കർത്താവായി മാറട്ടെ. ഹല്ലേലൂയ. രണ്ടാമത്, ഈശോയെ നമുക്ക് ക്രൂശിൽ തറയ്ക്കാം. യേശുവിനെ അറിഞ്ഞവർ വീണ്ടും പാപം ചെയ്യുമ്പോൾ കർത്താവിനെ ക്രൂശിൽ തറയ്ക്കുന്നു. നിങ്ങളൊരു പണ്ടൊരു കഥ കേട്ടിട്ടുണ്ടോ? ഈ പ്ലെയിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കപ്പൽ അമേരിക്കയ്ക്ക് വരിക നമ്മുടെ നാട്ടിൽ നിന്ന്. അപ്പോൾ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൻ്റെ നടുക്ക് വെച്ച് വലിയ കൊടുങ്കാറ്റുണ്ടായി. ആളുകളെല്ലാം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു പഴയ അമ്മച്ചിയുണ്ടല്ലോ, പുള്ളിക്കാരി പതുക്കെ ഒരു കൊന്തയൊക്കെ ചൊല്ലി വളരെ ശാന്തമായിട്ട് തലയിലോട്ട് തുണിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഈ അമ്മച്ചിയുടെ 2 പെമ്മക്കളാണ്. മൂത്ത മകൾ നേരത്തെ മരിച്ചുപോയി, രണ്ടാമത്തെ മകൾ അമേരിക്കയിലുണ്ട്. അപ്പോൾ ആ മകളെ കാണാനായിട്ടാണ് അമ്മച്ചി കപ്പലിൽ കയറി വരുന്നത്. അപ്പോൾ ഈ ആളുകളെല്ലാം ഓടുന്നതിനിടയ്ക്ക് അമ്മച്ചി മാത്രം ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുമ്പോൾ ആരോ ചെന്നിട്ട് ചോദിച്ചു, അമ്മച്ചി എന്താ ഇങ്ങനെ കൂളായിട്ടിരിക്കുന്ന? ആളുകളെല്ലാം കടന്ന് ഓടുന്നു. കപ്പൽ മുങ്ങുന്നതിൻ്റെ ഒരു പേടിയില്ലേ? ഓ, എന്നാ പറയാനാ, കപ്പൽ അഥവാ മുങ്ങുകയാണെങ്കിൽ ഞാൻ ആദ്യത്തെ മകളുടെ അടുത്ത് ചെല്ലും, കപ്പൽ മുങ്ങിയില്ലെങ്കിൽ ഞാൻ രണ്ടാമത്തെ മകളുടെ അടുത്ത് ചെല്ലും. അത്രേ ഉള്ളൂ പ്രശ്നം. കപ്പൽ അഥവാ മുങ്ങുകയാണെങ്കിൽ ഞാൻ മൂത്ത മോളുടെ അടുത്ത് ചെല്ലും, കപ്പൽ അഥവാ മുങ്ങിയില്ലെങ്കിൽ ഞാൻ ഇളയ മോളുടെ അടുത്ത് ചെല്ലും. അതിനിപ്പോൾ എന്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏതായാലും ഒരു മോളുടെ അടുത്ത് ചെല്ലും. അത്രേ ഉള്ളൂ. അതേ പ്രിയപ്പെട്ടവരെ, തൻ്റെ മൂത്ത മകൾ മരിച്ച് യേശുവിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. കപ്പൽ അഥവാ മുങ്ങുകയാണെങ്കിൽ ഞാൻ അവളുടെ അടുത്തോട്ട് ചെല്ലും, കപ്പൽ മുങ്ങിയിലെ അമേരിക്കയിലുള്ള ഇളയാളുടെ അടുത്തോട്ട് ചെല്ലും. എന്താണ് കാരണം? യേശു ഹൃദയത്തിൻ്റെ നാഥനും കർത്താവും. വലിയ കരിസ്മാറ്റിക് അമ്മച്ചിയൊന്നുമല്ല, നമ്മുടെ പാരമ്പര്യ പ്രാർത്ഥനകളായിട്ട് നടക്കുന്ന അമ്മച്ചിയാണ്. പക്ഷെ ഒരു കുലുക്കവും ഇല്ല, കാരണം യേശു ഹൃദയത്തിൽ കർത്താവായി നിൽക്കുകയാണ്. എനിവേ, കർത്താവ് ചോദിച്ചപ്പോൾ പത്രോസ് ആ വള്ളം കൊടുത്തു. കർത്താവ് ആ വള്ളത്തിൽ കയറി ഇരുന്നു. ഇത് ശ്രദ്ധിക്കണം, കർത്താവ് കയറുന്ന വള്ളം ഡിഫറൻ്റ് ആണ്. ആ വള്ളത്തിന് മറ്റു വള്ളങ്ങളുടെ കൂടെ കിടക്കാൻ പാടില്ല. ഒട്ടന്നെ കർത്താവിൻ്റെ ടോൺ മാറി. പത്രോസേ,
നീ മറ്റു വള്ളങ്ങളോട് കൂടെ ഈ വള്ളം ഇനി കിടക്കാൻ പാടില്ല, മാറ്റിയിടുക. കരയിൽ നിന്നും അകലേക്ക് മാറ്റിയിടാൻ കൽപ്പിച്ചു. ഇന്നലെ വരെ മദ്യപാനികളുടെ കൂട്ടായ്മയിലിരുന്ന് ബോധമില്ലാതിരുന്ന ചേട്ടൻ ധ്യാനത്തിൽ കുമ്പസാരിച്ച് റെഡിയായി ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് ദർശനം കണ്ടു, ഈശോയെ കണ്ടു. ഉടനെ ഈശോ പറയാണ്, മോനെ, നിന്റെ വള്ളം ഇനി മറ്റു വള്ളങ്ങളോടൊപ്പം കിടക്കുവാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. പത്രോസ് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഇത് കഴിഞ്ഞപ്പോ കർത്താവ് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക. ശ്രദ്ധിക്കണം, പത്രോസ് വീണ്ടും അനുസരിക്കുകയാണ്. കർത്താവേ, ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീശി, പക്ഷേ നീ പറഞ്ഞത് കേട്ട് ഞാൻ അനുസരിക്കാം. ആ എഞ്ചിനീയർ പയ്യൻ പറഞ്ഞു, കർത്താവെ, നീ പറഞ്ഞത് കേട്ട് എൻ്റെ ബ്ലൂ ഫിലിം സീഡി ഞാൻ നശിപ്പിച്ചേക്കാം. ഇവിടെ പത്രോസ് പറയാണ്, നീ പറഞ്ഞത് കേട്ട് ഞാൻ ആഴത്തിലേക്ക് നീക്കി വലയിറക്കാം. പ്രൈസ് ദി ലോർഡ്. ഈ പത്രോസ് വലയിട്ട സമയത്ത് ശ്രദ്ധിക്കണം, ഈ മീനൊക്കെ എവിടെയായിരുന്നു? രാത്രിയിൽ പറ ചേട്ടൻ, പറ, ഈ മീനെല്ലാം എവിടെയായിരുന്നു? നിങ്ങൾ ഹോളി ലാൻഡിൽ പോയാൽ കാണാം, ഞാൻ പോയിട്ടില്ല, പോയവർ പറയുന്നുണ്ട്, ഈ തടാകത്തിൻ്റെ അകത്ത് ഒരുപാട് കുഴികളുണ്ട്, കുഴികൾ, ഗുഹകൾ പോലത്തെ കൊച്ചു കൊച്ചു മീനിന് പോയിരിക്കാം. പത്രോസ് രാത്രി പഠിച്ച പണി 18 നോക്കിയിട്ട് മീനെ കിട്ടാത്തതിന് ഒറ്റ കാരണമേ ഉള്ളൂ, ഈ മീനെല്ലാം കൂടെ പോയി ഓരോ ഗുഹയുടെ അകത്ത് പോയിരിക്കുകയായിരുന്നു. അങ്ങനെ ഒറ്റൊരുത്തനെ പോലും കിട്ടിയില്ല, പത്രോസിനെ പറ്റിച്ച്. പക്ഷെ രാവിലെ കർത്താവ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മീനുകളെല്ലാം കൂടെ വന്ന് നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗം കേൾക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവരെല്ലാം കൂടെ കർത്താവിൻ്റെ പ്രസംഗം. അപ്പം മീനുകളുടെ ലീഡർ പറഞ്ഞു, ആരാ പ്രസംഗിക്കുന്നറിയാവോ? ഇത്രയും നാൾ പ്രസംഗിച്ച പോലത്തെ ആളൊന്നുമല്ല, നമ്മളെ സൃഷ്ടിച്ച കർത്താവാണ് പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഈ ചാൻസ് കളയരുത്, എല്ലാവരും കർത്താവിൻ്റെ പ്രസംഗം കേട്ടോണം. ഈ മനുഷ്യന്മാർ കേട്ടില്ലെങ്കിലും നമ്മൾ കേൾക്കണം. കാരണം പണ്ടേ നമ്മളങ്ങനെയാണ്. നമ്മുടെ ഗ്യാങ് വെട്ടുക്കിളികളോട് ദൈവം പറഞ്ഞു, വെട്ടുക്കിളികൾ മരുഭൂമിയിൽ വന്ന് വീഴട്ടെ. ഉടനെ അവരനുസരിച്ചു. പാറയോട് പറഞ്ഞു, വെള്ളം പുറപ്പെടുവിക്കട്ടെ. ഉടനെ അത് വന്നു. സൂര്യനോട് പറഞ്ഞു, നിൽക്കട്ടെ. എല്ലാം അങ്ങനെയാ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കാം. അവരിങ്ങനെ കേട്ട് നല്ല രസമായിട്ട് ഈശോയുടെ പ്രസംഗമൊക്കെ ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ രസിച്ചിരിക്കുമ്പോഴാണ് അവസാന ഒരു ആറ്റം ബോംബ്. പത്രോസേ, ആഴത്തിലേക്ക് നീക്കി വലയിറക്കുക, നിങ്ങൾക്ക് കിട്ടും. മീനുകളെല്ലാം കിട്ടിക്കിപ്പോയി. മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, മീനുകളെല്ലാം പൊത്തിലേക്ക് ഓടി. പെട്ടെന്ന് എല്ലാവരും പോയി ഒളിച്ചു, കാര്യം വലയിടാൻ പറഞ്ഞു. ഉടനെ മീനുകളുടെ ലീഡർ പറഞ്ഞു, മക്കളെ, നമ്മളിപ്പോൾ ഒരു തീരുമാനമെടുക്കേണ്ട സമയമാണ്. ഒന്നുകിൽ നമുക്ക് നമ്മുടെ ദൈവത്തെ അപമാനിക്കാം, അല്ലെങ്കിൽ മരണം വരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഒന്നുകിൽ നമുക്ക് ഈ ഗുഹയുടെ അകത്ത് ഒളിച്ചിരുന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടല്ലോ, നിനക്ക് മീൻ കിട്ടും. ഒറ്റ മീൻ കിട്ടാതെ യേശു ഇളിപ്പിനായി പോകും. നമുക്ക് വേണമെങ്കിൽ യേശുവിനെ ഇവിടെ അപമാനിക്കാം. അതോ നമ്മളെ സൃഷ്ടിച്ച ഈ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തണമോ? മഹത്വപ്പെടുത്തണേ ഒറ്റ വഴിയേ ഉള്ളൂ, അനുസരിച്ചുകൊണ്ട് രക്തസാക്ഷി മരണം വരിക്കണം. നമ്മൾ ഓടി വലയിലേക്ക് എല്ലാവരും കൂടെ കയറാൻ പോകുന്നു. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മൾ കൂട്ടമരണം വരിക്കുന്നു. എന്തു വേണം? മീനുകൾ വചനമെല്ലാം കേട്ട് നല്ല തിടുകിടാന്ന് പറഞ്ഞിരിക്കുക. അവര് പറഞ്ഞു, ഇനി എന്തിനാണ് ഇങ്ങനെ ജീവിച്ചിട്ട്? അവന്റെ വചനം കേട്ടു, അവന്റെ ശബ്ദം നമ്മൾ കേട്ടു. അവന് വേണ്ടി മരിച്ചുകൊണ്ട് അവനെ നമുക്ക് ഉയർത്താം. നമ്മൾ അവന് വേണ്ടി മരിക്കുമ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ നടക്കും. ലീഡർ പറഞ്ഞു, ഈ പാപിയായ പത്രോസിനെ യേശു സ്വന്തമാക്കാൻ പോവുകയാണ്. അതിന് നമ്മൾ മരണം വരിച്ചേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അനുസരണത്തിന്റെ വില കൊടുക്കുമ്പോൾ പാപിയായ പത്രോസിനെ ദൈവത്തിന് സ്വന്തമാക്കാൻ പറ്റും. അതുകൊണ്ട് മക്കളെ, നമുക്ക് മരിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മീനുകളെല്ലാം കൂട്ടത്തോടെ വന്ന് വലയിടകത്തേക്ക് കയറുകയാണ്. അതുകൊണ്ടാണ് ഇഷ്ടം പോലെ കിട്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന മിക്കവാറും പാർട്ടി എല്ലാം കൂടെ അതിൻ്റെ അകത്തോട്ട് വന്ന് കയറി യേശുവിനെ വേണ്ടി മരിക്കാൻ അവർ ഓടിക്കൂടി. വല പത്രോസ് പൊക്കിയെടുക്കുമ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് താഴെയിട്ട വലയല്ല അത്. വലയിൽ ധാരാളം മീൻ കടന്ന് പെട്ടയ്ക്കുന്നു. വല കീറുമാറ് അത് കടന്ന് പെട്ടയ്ക്കുകയാണ്. പത്രോസ് പെട്ടെന്ന് കർത്താവിൻ്റെ കാലുകളിലേക്ക് വീണു. പ്രിയപ്പെട്ടവരെ, മീനുകൾ ഉദ്ദേശിച്ച കാര്യം നടന്നു. അവർ മരിച്ചെങ്കിലും 2 കാര്യം നടന്നു. 1, ദൈവത്തിന്റെ നാമം മഹത്വപ്പെട്ടു. 2, പത്രോസിന്റെ മാനസാന്തരം അവിടെ സംഭവിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പത്രോസ് അവിടെ കാലുകളിലേക്ക് വീണ് പൊട്ടിക്കരയുകയാണ്. ഈ ധ്യാനത്തിൽ ദൈവം അടുത്തു വരുമ്പോൾ നമ്മൾ കരയും. ദൈവം അടുത്തു വരുമ്പോൾ നമുക്ക് കരയാതിരിക്കാൻ പറ്റുകയില്ല. കാരണം നമ്മുടെ നിസ്സാരതയും അവിടുത്തെ മഹത്വവും നമുക്ക് വെളിപ്പെടും. നമ്മുടെ കണ്ണുകളിൽ നിറയാതെ കണ്ണുനീര് വരും. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയാണ്, എന്നെ വിട്ടു പോകണമേ. നീ ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവരായി മാറും. പാലാ താബോർ ധ്യാന കേന്ദ്രത്തിലാണ് ഞാൻ ധ്യാനിപ്പിക്കുന്നത്.
76 വയസ്സുള്ള ഒരു സിസ്റ്റർ ഉണ്ട്, റോസ് കാർമൽ സിസ്റ്റർ എന്ന പേര്. ഞാൻ വലിയ കൂട്ടാം. സിസ്റ്ററോട് ഞാൻ ചോദിച്ചു, സിസ്റ്റർ എങ്ങനെയാ കന്യാസ്ത്രീ ആയത്? 4 വയസ്സുള്ള സമയത്ത് മിഷൻ ഫീൽഡിൽ പോയിരുന്ന ഒരു കന്യാസ്ത്രീ നോർത്ത് ഇന്ത്യയിൽ നിന്നും ക്രിസ്മസിന് വീട്ടിൽ വന്നു. ഈ സിസ്റ്റർ കുർബാന സ്വീകരിച്ചിട്ട് നടന്നു പോകുമ്പോൾ ഈ റോസ് കാർമൽ എന്ന് പറയുന്ന 4 വയസ്സുകാരി ഇങ്ങനെ വായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ കന്യാസ്ത്രീ പോയി മുട്ടുകുത്തി കൈകൂപ്പി ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു 5 മിനിറ്റ് നേരം നോക്കിക്കൊണ്ടിരുന്നു. ഇത്രയേ ഉള്ളൂ. അവിടെ വെച്ച് തീരുമാനിച്ചു കന്യാസ്ത്രീ ആകണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി ജീവിക്കണം. പ്രിയപ്പെട്ടവരെ, ആ നോർത്ത് ഇന്ത്യയിലെ സിസ്റ്റർ ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. അവരങ്ങനെ തന്നെ പോയി. ഇനി സ്വർഗത്തിലുമ്പോഴേ ഇതറിയാൻ പോകുന്നത്. ഇതിന് നെഗറ്റീവ് സൈഡും ഉണ്ട്. നമ്മൾ കർത്താവിനെ അപമാനിക്കുമ്പോൾ ആരൊക്കെയോ കർത്താവിൽ നിന്ന് അകലുന്നുമുണ്ട്. നമ്മൾ കർത്താവിനോട് ചേർന്ന് ജീവിക്കുമ്പോൾ ആരൊക്കെയോ കർത്താവിനോട് അടുത്തു വരുന്നുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ ധ്യാനം കഴിഞ്ഞ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുടെ സ്നേഹം, ഞാൻ അതിനെക്കുറിച്ചൊരു ക്ലാസ് എടുക്കാം. ഇതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഈ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഈ സ്നേഹം മക്കളെ ചലിപ്പിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവരാദ്യമൊക്കെ വിചാരിക്കും തമാശയാ, ഷാലോ ഫെസ്റ്റിവൽ കഴിഞ്ഞല്ലേ ഉള്ളൂ, ആദ്യത്തെ സ്പിരിറ്റ് ആയിരിക്കും, നോക്കാം, 2 ആഴ്ച 3 ആഴ്ച, നമുക്ക് നമ്മുടെ ഡാഡി അറിയത്തില്ലേ. അപ്പൊ ഇളയാൾ പറയും, മമ്മി എനിക്കറിയത്തില്ലേ. പക്ഷെ വിടരുത്. Be filled with the Spirit of God and live a godly life to glorify the Son of God. ദൈവത്തെ മഹത്വപ്പെടുത്തുക. 1-2 മാസം കഴിയുമ്പോൾ പിള്ളേർ പറയും, നമ്മൾ വിചാരിച്ച പോലെയല്ല, പപ്പയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇളയാൾ പറയും, മമ്മിക്കും എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാത്രമായിട്ട് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. അവര് മാറും, മാറിയേ പറ്റൂ. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ ജീവിതത്തിൽ അവന്റെ മുഴുവൻ കടബാധ്യതയും മാറ്റാനുള്ള അത്ഭുതം കർത്താവ് ചെയ്തു. ഒറ്റ പ്രാവശ്യം കൊണ്ട് 4 പ്രാവശ്യം പോകാനുള്ള അത്ഭുതം കർത്താവ് ചെയ്തു. എപ്പോഴെല്ലാം പത്രോസ് കരഞ്ഞിട്ടുണ്ടോ അപ്പോഴെല്ലാം കർത്താവ് അത്ഭുതം ചെയ്തു. ടാക്സ് കൊടുക്കാൻ പറ്റാത്തപ്പോൾ അത്ഭുതം ചെയ്തു. പിന്നീടൊക്കെ അങ്ങനെ തന്നെയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലും കർത്താവ് ചെയ്യും. എല്ലാവരുടെയും ജോലി പോകുമ്പോഴും നമ്മളെ കർത്താവ് കരങ്ങളിലെടുക്കും. അഥവാ പോയാൽ ഏറെ താമസിയാതെ അതിലും നല്ലതൊന്ന് വരും. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്.